വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെയും അതുപോലെ HSST കോമേഴ്സിൻ്റെയും ക്ലാസ്സുകളാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാം നമുക്ക് ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അധികം വൈകാതെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നമുക്കിതിൻ്റെ മെയിൻ എക്സാമും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക് അക്കൗണ്ടിങ് നോളജ് ഇല്ലാത്ത ആളുകളും ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേഗം മനസ്സിലാവുന്ന രീതിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ജേണൽ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേണലൈസിംഗ് ആണ്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആയിട്ടാണ് നമ്മൾ ഈ ജേണലിനെ കൺസിഡർ ചെയ്യുന്നത്. ദ വേർഡ് ജേണൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് ജേർ. ഇറ്റ് മീൻസ് ഡേ. Therefore, journal means daily record. It is the daily record of business transactions in a chronological order. It is a chronological order and it is considered as a chronological record in the sense that transactions are recorded in the journal in the order in which they occur. എന്തുകൊണ്ടാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്? നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കർ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഓരോ ഡേറ്റിന് അത് റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു ഓർഡറിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ടു പ്രൈം എൻട്രി ബിക്കോസ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ. ആദ്യമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് പറയുന്നത്. ഇപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നത് ജേണലിൻ്റെ ഫോർമാറ്റാണ്. അതിൽ നമ്മൾ ആദ്യം ഡേറ്റ് കാണിക്കും, പെർട്ടിക്കുലേഴ്സ് കാണിക്കും, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഈ പെർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജേണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ജേണലൈസിങ് എന്ന് പറയുന്നത്. ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, പർച്ചേസസ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് എക്റ്റർ ടു ക്യാഷ് എന്ന് കാണിക്കുന്നു. ദാറ്റ് ഈസ് എ ജേണൽ എൻട്രി. അതുപോലെ സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുമ്പം നമുക്ക് ക്യാഷാണ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എക്റ്റർ ടു സെയിൽസ് എന്ന് നമ്മൾ കാണിക്കും. അതൊരു ജേണൽ എൻട്രിയാണ്. നമ്മൾ ഫർണിച്ചർ വാങ്ങുന്നു, ഫർണിച്ചർ നമുക്ക് കിട്ടുക ചെയ്യുക, അല്ലേ? നമ്മുടെ കയ്യിലേക്ക് ഫർണിച്ചറാണ് വരുന്നത്. സോ ഫർണിച്ചർ അക്കൗണ്ട് എക്റ്റർ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോകും? ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് ക്യാഷ് പോകുകയാണ് ചെയ്യുന്നത്. സോ ഫർണിച്ചർ അക്കൗണ്ട് എക്റ്റർ ടു ക്യാഷ് എന്ന് നമ്മൾ കാണിക്കും. ദീസ് ഓൾ ആർ ജേണൽ എൻട്രീസ്. ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേണൽ എൻട്രി. ദെൻ നെരേഷൻ. Narration is a brief explanation of a transaction given in the brackets below the journal entry in the particulars column is called narration. അതായത് നെരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമ്മൾ സെയിൽ നടത്തി ക്യാഷ് കിട്ടുന്നു. സോ ആ ക്യാഷ് കിട്ടുന്നത് നമ്മളൊരു ജേണൽ എൻട്രി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് നെരേഷനായിട്ട് കൊടുക്കാം, ബീയിങ് ഗുഡ് സോൾഡ് എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നെരേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. നമ്മൾ ബ്രാക്കറ്റ്സിലാണ് അത് കാണിക്കുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ ജേണലൈസിങ്. ഫസ്റ്റ് റീഡ് ദ ട്രാൻസാക്ഷൻ കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. നമ്മളൊരു ജേണലൈസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? വി ഷുഡ് റീഡ് ദ ട്രാൻസാക്ഷൻ കെയർഫുള്ളി. അവിടെ പർച്ചേസ് ആണോ സെയിലാണോ നടന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം റീഡ് ചെയ്യണം. ദെൻ ഫൈൻഡ് ഔട്ട് വിച്ച് കാറ്റഗറി ദീസ് അക്കൗണ്ട്സ് ബിലോങ്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഓർ നോമിനൽ അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് വാട്ട് ഈസ് റിയൽ, പേഴ്സണൽ ഓർ നോമിനൽ അക്കൗണ്ട്. So next step is to find out which category these accounts belong. Then apply the rules of debit and credit and find out which account is to be debited and which account is to be credited. അതിനുശേഷം ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും.
ദെൻ എൻ്റർ ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ഡേറ്റ് കോളം. നമ്മൾ ജേണലിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് കാണിക്കണം. ദെൻ ഇൻ ദ പെർട്ടിക്കുലേഴ്സ് കോളം റൈറ്റ് ദ ഡെബിറ്റ് എൻട്രി ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ റൈറ്റ് ദ ക്രെഡിറ്റ് എൻട്രി. ഫോർ എക്സാമ്പിൾ പർച്ചേസസ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ ഡെബിറ്റിൽ എന്തെഴുതണം, ക്രെഡിറ്റിൽ എന്തെഴുതണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഗിവ് നെരേഷൻ ബിലോ ദ ജേണൽ എൻട്രി. നമ്മൾ നെരേഷൻ കാണിക്കണം. ദെൻ എൻ്റർ ദ എമൗണ്ട് ഇൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം. ആഫ്റ്റർ എവറി ജേണൽ എൻട്രി എ തിൻ ലൈൻ ഷുഡ് ബി ഡ്രോൺ ഇൻ പെർട്ടിക്കുലേഴ്സ് കോളം സോ ദാറ്റ് ഈച്ച് എൻട്രി ഈസ് സെപ്പറേറ്റ്. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എൻട്രി കാണിക്കണം എന്നുള്ളതാണ്. രണ്ട് കാര്യത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന എൻട്രീസ്, അതായത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ആ രീതിയിൽ നമ്മൾ കാണിക്കണം. ഇത്രയുമാണ് നമ്മുടെ ജേർണലൈസിങ്ങിൻ്റെ കേസിൽ വരുന്ന സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ജേർണലൈസിൽ വരുന്ന സ്റ്റെപ്സും ആണ് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ലെഡ്ജർ എന്നും ലെഡ്ജറിൽ വരുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്